മറ്റുള്ളവരെ സന്തോഷത്തിനായി നീ നിന്നെ തന്നെ മറന്നിട്ടുണ്ടോ? ഈ ഒരു ചോദ്യം പലപ്പോഴും ചിലരുടെയെങ്കിലും മനസ്സിലൂടെ ഇങ്ങനെ പോയിട്ടുണ്ട് ഇല്ലേ? ഇടയ്ക്കിട്ട് നമ്മളും ഇതൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. കാരണം ചുരുക്കം ചിലരുണ്ട് ഈ ലോകത്തിൽ തന്നെക്കാളേറെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന കുറച്ച് ആളുകൾ. അവരുടെ വിലപ്പെട്ട സമയം ഇല്ലേ, ഒരു മനുഷ്യന് ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ് അയാളുടെ സമയം. അതുപോലെ തന്നെ ഈ ചുരുക്കം ചില ആൾക്കാരുണ്ട് ഈ ലോകത്ത്. അവരുടെ സമയം, അവരുടെ എഫേർട്ട്, അവരുടെ ദൈവമായിട്ട് കൊടുത്ത കുറേ കഴിവുകൾ, അങ്ങനെ അവർക്കുള്ള എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ചിലർ. ഇത് മേടിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം വേറെ ചിലരും ഉണ്ട് ഇല്ലേ? ചില ആളുകളുടെ ഒരു ലോകം തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ്. പക്ഷെ പെട്ടെന്നൊരു ദിവസം നമ്മളൊരു നോ പറഞ്ഞു നോക്കി, അപ്പം തീരും ഈ ഇത്രയും വർഷത്തെ ബന്ധവും നമ്മൾ ചെയ്ത എഫേർട്ടും എല്ലാം കാറ്റിലിങ്ങനെ പറന്നു പോണ ഒരവസ്ഥയായിരിക്കും. നോ പറയാൻ പഠിക്കുക, അത് ചെറുതിലേ വിട്ട് ആ ഒരു കുട്ടികളിൽ വളർത്തിയെടുത്തോണ്ട് വരേണ്ട ഒരു വലിയൊരു കാര്യം തന്നെയാണത്. എല്ലാ കാര്യത്തിനും ഇങ്ങനെ ചെയ്തു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എമ്പത്തറ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ അറിയാം, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കുള്ള കഴിവുകളും നിങ്ങൾക്കുള്ള അറിവുകളും നിങ്ങളുടെ സമയവും നിങ്ങളുടെ എഫേർട്ടും എല്ലാം കൊണ്ട് രക്ഷപ്പെട്ടു പോയവർ പലരായിരിക്കും. നിങ്ങളാണെങ്കിലോ ഇപ്പോഴും നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് അതേ സെയിം അവസ്ഥയിലായിരിക്കും ഈ നിൽക്കുന്നത്. എന്നിട്ടോ ഇപ്പം നിങ്ങളുടെ കഴിവുകൾ കൊണ്ട് രക്ഷപ്പെട്ടു പോയവരാരെങ്കിലും നിങ്ങൾ തിരിഞ്ഞു നോക്കാറുണ്ടോ? ഇല്ല. ഒരാൾക്കും നിങ്ങളെ വില ഉണ്ടാകത്തില്ല. നിങ്ങളെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അവരുടെ കാര്യം നോക്കി പിന്നെ അങ്ങ് പോകും. അതത്രേ ഉള്ളൂ ലൈഫിൽ. ഏറ്റവും നല്ലതായിട്ട് ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ബൗണ്ടറീസ് സെറ്റ് ചെയ്യാൻ പഠിക്കുക. ചില കാര്യങ്ങൾ നോ പറയേണ്ടടുത്ത് നോ തന്നെ പറയണം. ഇല്ലയെന്നാണെങ്കിൽ വരുന്ന കുറേ കാര്യങ്ങളുണ്ട്, കുറേ പ്രശ്നങ്ങളുണ്ട്. കാണുമ്പോൾ സിമ്പിളാണെന്ന് വിചാരിക്കാം, പക്ഷെ ഒരു പോയിന്റ് എത്തുമ്പോൾ അത് പയ്യെ പയ്യെ നിങ്ങളെ തന്നെയാണെന്ത് ഇങ്ങനെ വിഷമിപ്പിച്ച് കൂടുതൽ സ്ട്രെസ് എടുത്ത് ഭയങ്കരമായിട്ട് ആൻസൈറ്റിയിൽ ഇങ്ങനെ ജീവിക്കേണ്ട ഒരവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാക്കി തരും. സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങളെല്ലാം ഒരു നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള ആരെങ്കിലും വന്നിട്ട് നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങളതെപ്പോൾ തന്നെ ചെയ്തു കൊടുക്കുന്ന ഒരാളാണെങ്കിൽ പയ്യെ പയ്യെ എന്ത് ചെയ്യും, നിങ്ങളുടെ ആ ഒരു ഫീലിങ്സിനെ കുറിച്ച് പോലും അവർ ചിന്തിക്കാതെ, അല്ലെങ്കിൽ നിങ്ങൾ എന്തൊരു സിറ്റുവേഷനിലാണോ ഇപ്പം നിൽക്കുന്നതെന്ന് പോലും ചോദിക്കാതെ ആയിരിക്കും ഓരോ സഹായങ്ങൾ വന്ന് ആവശ്യപ്പെടുന്നത്. കാരണം അവർക്ക് ഉറപ്പാണ് നിങ്ങളുടെ ആ ഒരു കാര്യം മാറ്റി വെച്ചിട്ട് അവരെ സഹായിക്കുമെന്നുള്ളത്. പിന്നെ എങ്ങാനും നമ്മൾ നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പരിഭ്രമമായി സങ്കടപ്പെടലായി പിന്നെ അത് വലിയൊരു വഴക്കിലേക്ക് മാറും. ഇതെല്ലാം പേടിച്ചിട്ട് എന്ത് ചെയ്യും, നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് അത് ചെയ്തു കൊടുക്കും. അത് ആ ഒരു വ്യക്തിയെക്കുറിച്ച് കൂടുതലും നമ്മൾ ചിന്തിച്ചിട്ടാ. ഈ എമ്പത്തറ്റിക് ആയിട്ടുള്ള ആളുകളുടെ വലിയൊരു പ്രശ്നമാണ് അവരെക്കാട്ടും കൂടുതലായിട്ടും മറ്റുള്ളവരുടെ ഫീലിങ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കും. അതുകൊണ്ടിട്ട് പയ്യെ പയ്യെ അവരുടെ ആ ഒരു അഭിപ്രായങ്ങൾക്ക് പോലും വിലയില്ലാത്തൊരവസ്ഥയായിട്ട് ലാസ്റ്റ് മാറും. ആരും നിങ്ങളെ മൈൻഡ് ചെയ്യത്ത് പോലും ഇല്ല. പിന്നെ നിങ്ങൾ ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് തന്നെ മെല്ലെ മെല്ലെ എന്ത് ചെയ്യുക, ഇങ്ങനെ ഔട്ടാവും. അപ്പം ഏറ്റവും നല്ലത് ഭാവിയിൽ നോ പറയാൻ എല്ലാവരും പഠിച്ചിരിക്കുക എന്ന് തന്നെ പറയാനുള്ളത്. ചില കാര്യങ്ങൾ തുറന്ന് ഓപ്പണായിട്ട് ഓക്കെ എനിക്കത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ സിറ്റുവേഷൻ ഇതാണ്, എനിക്ക് ചെയ്തു തരാൻ പറ്റത്തില്ല എന്ന് തന്നെ പറയാം. പിന്നെ ഈ ഭയങ്കര ഈസി ഗോയിങ് ആണെന്ന് മറ്റുള്ളവർക്ക് നിങ്ങളെക്കുറിച്ച് മനസ്സിലായാൽ അവർക്ക് പെട്ടെന്ന് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇമോഷണലി ആയാലും ഫിസിക്കലി ആയാലും മെയിനായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. നിങ്ങളാണെങ്കിൽ മറുത്തൊന്നും പറയത്തുമില്ല, എങ്ങാനും നിങ്ങൾ പറഞ്ഞത് അവരെ ഹേർട്ടായാലോ എന്ന് ഓർത്തിട്ട്. ഇതെല്ലാം ഈ പറയുന്ന ആളുകളുടെ നല്ല മനസ്സാണ്. നല്ല മനസ്സുള്ളവർക്ക് അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചിന്തിച്ച് അവരെ സഹായിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ
അപ്പുറത്തിരിക്കുന്ന ആൾ നിങ്ങളുടെ മനസ്സല്ല കാണുന്നത്. അയാൾക്ക് ആ സിറ്റുവേഷനിൽ അയാളുടെ കാര്യം മാത്രം നടന്നാൽ മതി. അതിന് നിങ്ങളിടുന്ന എഫേർട്ടോ നിങ്ങളുടെ ടൈമോ അതൊന്നും അയാൾക്ക് അറിയേണ്ട കാര്യമില്ല. അപ്പോൾ ചിന്തിക്കുക, പ്ലീസ്, മറ്റുള്ളവർ നിങ്ങളെ വാല്യൂ ചെയ്തില്ലെങ്കിലും നിങ്ങൾ നിങ്ങളെ വാല്യൂ ചെയ്യാൻ പഠിക്കുക. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഗൈസ്.